നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ എല്ലാം കുടുംബത്തിൻ്റെ സാമ്പത്തിക ബജറ്റ് താളം തെറ്റിക്കുന്ന കാര്യമാണ് നമ്മുടെ ഹോസ്പിറ്റൽ ചിലവുകൾ. പ്രതീക്ഷിക്കാതെ വരുന്ന സമയങ്ങളിൽ വലിയ രൂപത്തിലുള്ള ചിലവ് നമ്മുടെ കുടുംബത്തിൻ്റെ താളം തന്നെ തെറ്റിക്കാറുണ്ട്. നമ്മുടെ അത്രയും കാലത്തെ തന്നെ സമ്പാദ്യമെല്ലാം ഒറ്റയടിക്ക് തീർക്കാൻ കഴിയുന്ന രോഗങ്ങളാണ് ഇപ്പോൾ നാട്ടിൽ കൂടുതലായിട്ടുമുള്ളത്. ഇതിനെല്ലാം പരിഹാരമായിട്ട് സർക്കാർ കൊണ്ടുവന്ന കാര്യമായിരുന്നു ഒരാൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്. ഈ ഇൻഷുറൻസ് എടുക്കാൻ നമ്മൾ പ്രത്യേകിച്ച് പണമൊന്നും ആവശ്യം നൽകേണ്ടതില്ല. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ഒരു പച്ച ചുവപ്പ് രൂപത്തിലുള്ള ഒരു കാർഡായിരുന്നു നമുക്ക് ആദ്യം ലഭിച്ചിരുന്നത്. ഏകദേശം 12-13 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ഒരു കാർഡ് എടുത്തത്. ചിപ്പുള്ള ഒരു കുടുംബത്തിലെ 5 അംഗങ്ങളെ അതിൽ ചേർത്ത് 5 അംഗങ്ങളെയും ഒരുമിച്ച് ഫോട്ടോ എടുത്ത കാർഡ് എന്ന് നമുക്ക് ലഭിച്ചിരുന്നു. പിന്നീട് ഈ കാർഡിൻ്റെ പല അപ്ഡേഷനും വന്നെങ്കിലും കാര്യമായിട്ടൊരു പുതിയ അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഇതിൽ ഒരു പുതിയ അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് ആരോഗ്യ അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡുള്ള ആളുകളാണെങ്കിൽ യെസ് എന്നും ഇല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആളുകൾക്ക് ഇപ്പോൾ കാർഡുകളുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കും. ഏകദേശം 12-13 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു കാർഡ് ആദ്യമായി വന്നത്. പക്ഷേ അന്ന് ചില ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാത്രമാണ് ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലോ ഒട്ടുമിക്ക ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലോ അന്ന് കാർഡിൻ്റെ ആനുകൂല്യം ലഭിച്ചിരുന്നില്ല. പിന്നീട് കൊറോണയ്ക്ക് ശേഷമാണ് ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും പ്രസവമടക്കമുള്ള കാര്യങ്ങൾക്ക്, ആക്സിഡൻറ്റ്, അപകട കാര്യങ്ങൾക്കെല്ലാം ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങിയത്. പക്ഷേ ഈ കാർഡ് ആദ്യം മുതൽക്കേ പുതുക്കി പോകുന്ന ആളുകൾക്ക് മാത്രമായിരുന്നു അന്ന് ഈ കാർഡ് അവസാനമായി 2018-19 പുതിയ കാർഡ് എടുത്ത സമയത്ത് ലഭിച്ചിരുന്നത്. പിന്നീട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ഓരോ വ്യക്തികൾക്കും അവരുടെ ആധാർ കാർഡിലുള്ള ഫോട്ടോ ലഭിച്ച രൂപത്തിലുള്ള കാർഡുകളാണ് പിന്നീട് ലഭിച്ചത്. കറക്റ്റായി പുതുക്കി പോകുന്ന ആളുകൾക്ക് മാത്രമാണ് അന്ന് അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചത്. പിന്നീട് പറയത്തക്ക അപ്ഡേഷനൊന്നും ഇതിൽ വന്നിരുന്നില്ല. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ വർഷം വന്നൊരു അപ്ഡേഷനാണ്. ഈ കാർഡിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വീട്ടിലുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കയ്യിൽ ലാമിനേഷൻ ചെയ്ത, അതല്ലെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള കാർഡ് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കുടുംബത്തിലെ റേഷൻ കാർഡിൽ പേരുള്ള മറ്റംഗങ്ങൾക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് എമർജൻസിയായി നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ, ഈ കാർഡ് എടുക്കുന്ന ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന് അവിടെ ഒരു കൗണ്ടർ ഉണ്ടാവുകയും ആ കൗണ്ടറിൽ ചെന്ന് നമുക്ക് മറ്റംഗങ്ങളെ ചേർക്കുകയും ചെയ്യാം. അത് നമ്മൾ കൂടുതൽ പണം നൽകുകയൊന്നും ആവശ്യമില്ല. ഓരോ പ്രസവത്തിനും ഏകദേശം 12,000-15,000 രൂപ ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്ത് അസുഖം വന്നാലും നമുക്കതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു. പിന്നീടൊന്നൊരു അപ്ഡേഷനാണ് 70 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുക എന്നുള്ളത്. പുതിയ കാർഡ് എടുക്കാനും അവർക്കന്ന് സാധിച്ചിരുന്നു. അന്ന് ഈ കാർഡ് ഒരുപാട് ആളുകൾ എടുത്തിരുന്നെങ്കിലും അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങിയിരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ വരികയാണ്. ഇതിന് തുടങ്ങിയിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പുകൾ ഉണ്ടായിരിക്കും. 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങും. അതുകൂടി വന്നു കഴിഞ്ഞാലായിരിക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ കറക്റ്റായി തന്നെ മറ്റു ജനങ്ങളിലേക്ക് എത്തുക. 60 വയസ്സ് കഴിഞ്ഞ 70 വയസ്സ് കഴിഞ്ഞ കാർഡുള്ള എല്ലാ ആളുകൾക്കും മറ്റ് കാർഡ് എടുക്കുന്ന ഹോസ്പിറ്റൽ പോലെ തന്നെ ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും. ഓരോ വർഷവും 5 ലക്ഷത്തിൻ്റെ ആനുകൂല്യങ്ങളാണ് ഇതിൽ കൂടി ലഭിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനും വരും. ഇപ്പോൾ നമുക്കറിയാം 70 വയസ്സ് കഴിഞ്ഞ ആളുകളെല്ലാം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഇതിൻ്റെ കാർഡ് എടുത്തിരുന്നത്. അന്ന് പല ആളുകളും കാർഡ് എടുത്തിരുന്നെങ്കിലും ചില ആളുകൾക്ക് പിന്നീട് അത് ബുദ്ധിമുട്ടാവുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ മാസം അടുത്ത മാസം പകുതിയോട് കൂടി തന്നെ അതിനുള്ള പരിഹാരമെന്നോണം ഇതിന് എല്ലാ പ്രശ്നവും തീർത്ത് സർക്കാർ ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും. ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളും അവരുടെ രേഖകളെല്ലാം ക്ലിയറാക്കി വെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്ന കാര്യം. ആധാർ കാർഡ് അനിശ്ചിതമാക്കിയായിരിക്കാം ഈ ഒരു പുതിയ കാർഡ് എടുക്കാനുള്ള സംവിധാനം നിലവിൽ വരിക. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിൽ ഇപ്പോൾ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ചെയ്ത് വെക്കുക. ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. നമുക്കറിയാം, ഇങ്ങനെ ഒരു സംഭവം വരുന്ന സമയങ്ങളിൽ ആധാറിൻ്റെ വെബ്സൈറ്റിൽ നല്ല തിരക്കായിരിക്കും, അക്ഷയ കേന്ദ്രങ്ങളും നല്ല തിരക്കായിരിക്കും. അതിന് കാത്തു നിൽക്കാതെ തന്നെ ആധാർ കാർഡിലെ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി വെക്കുക. നമ്മുടെ പേര്, ഫോൺ നമ്പറുകളെല്ലാം റെഡിയാക്കി വെക്കുക. നമ്മൾ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ നമ്മുടെ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക.
എന്നാൽ നമുക്ക് ഈ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും